ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മുടെ നെറ്റ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് ക്യാൻസലേഷൻ ഓഫ് UGC നെറ്റ് ജൂൺ 2024 എക്സാമിനേഷൻ. ഇവർ ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ രാത്രി 10:02 ഇപ്പൊ 10:35 ആയിട്ടുണ്ട് ഏകദേശം സമയം. അരമണിക്കൂർ മുന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ NTA എന്ന് പറയുന്ന ഏജൻസിയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യാണ്, ഈ എക്സാമിനേഷൻ OMR എക്സാമിൽ 18 ജൂണിന് കണ്ടക്ട് ചെയ്തുള്ള വിവരം കൂടെ കൊടുത്തിട്ടുണ്ട്. 19 ജൂണിന് UGC അവരെന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനാലിറ്റിക് യൂണിറ്റ് ഓഫ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്നും, അതാണ് 14C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സെന്ററിൽ നിന്നും അവർ ഏതാനും ചില വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചു ഈ എക്സാമിനേഷൻ നടത്തിയപ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അതിന്റെ തനതായിട്ടുള്ള ഉദ്ദേശങ്ങൾ എത്താൻ സാധിക്കാത്തത് കൊണ്ട് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുകയാണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ലക്ഷം പിള്ളേർ എഴുതിയിട്ടുള്ള എക്സാമിനേഷൻ ആണ് എന്നുള്ളത്. ഒരുപാട് പേർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതേ സമയത്ത് ഒരുപാട് പേര് വളരെ സ്ട്രഗിൾ ചെയ്ത് എക്സാമിനേഷൻ എഴുതിയിട്ട് കോൺഫിഡന്റോട് കൂടി ഇപ്രാവശ്യം ക്ലിയർ ചെയ്യും എന്നൊക്കെ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതേസമയത്ത് കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ള ആൾക്കാരുണ്ട്. രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എഴുതാൻ പറ്റാതിരുന്ന ആൾക്കാരുണ്ട്. ഇതോടുകൂടെ ഒരു ഭാവി ജൂണോട് കൂടെ ഇതിന്റെ ഒരു പിന്നാലെയുള്ള നടത്തം അവസാനിപ്പിക്കണം വിചാരിച്ച ആൾക്കാർ വരെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ അടുത്തൊരു പാരഗ്രാഫായിട്ട് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്, ടു എൻഷുർ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് സാങ്ക്ടിറ്റി ഓഫ് ദ എക്സാമിനേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡിസൈഡഡ് UGC നെറ്റ് ജൂൺ എക്സാമിനേഷൻ ബി ക്യാൻസൽഡ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് വാലിഡ് അല്ല. ഓക്കെ, എ ഫ്രഷ് എക്സാമിനേഷൻ ഷാൾ ബി കോണ്ടക്റ്റഡ്. നടത്തിയിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അറിയിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് CBIക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തു. ഇത് നമ്മുടെ ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. ഓക്കെ, അപ്പൊ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുള്ള ഒരു ആർട്ടിക്കിൾ ആണ് വന്നിരിക്കുന്നത്. സംതിങ് വെരി ഒതന്റിക് ഡിയർ സ്റ്റുഡൻസ്. സോ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇപ്രാവശ്യം പേപ്പർ 1 ഒരുപാട് പേർക്ക് ടഫ് ആയിട്ടുണ്ടായിരുന്നു. പേപ്പർ 1 കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിക്കുക. എക്സാമിനേഷൻ വെരി സൂൺ തന്നെ അവർ അനൗൺസ് ചെയ്യും. മേ ബി നോട്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ മന്ത്, ജൂലൈയിലാകാം, അല്ലെങ്കിൽ എന്താ അത് ഓഗസ്റ്റിലാകാം. കൂടുതൽ നീളാൻ ചാൻസ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ നോക്കുക. സബ്ജക്റ്റിൽ നല്ല ഫോക്കസ് നൽകുക. ഇപ്രാവശ്യം ബുദ്ധിമുട്ടിയവർക്കുള്ള ഒരു റീ അറ്റംപ്റ്റ് ആണ്. അവസരങ്ങൾ നമ്മൾ പറയാറുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് നെവർ നോക്ക് ടോയ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ വന്നിരിക്കുകയാണ്, മിസ് ആക്കരുത്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ പേപ്പർ 1 കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ക്രിസ്റ്റലിന്റെ പേപ്പർ 1ന്റെ ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലും മറ്റും ജോയിൻ ചെയ്തിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഹിസ്റ്ററി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലിങ്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാനും ശ്രമിച്ചു കൊടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്രിപ്പറേഷനിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു വാർത്ത നിങ്ങൾക്കറിയാം, ഓൾറെഡി ഇവരെ കുറിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് കുട്ടികളെ എങ്ങനെ മെന്റലി ബാധിക്കും എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ഫീലിംഗും കാര്യങ്ങളും. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്, നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്ഡേറ്റ്സ് ആർ സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഗൈസ്. സോ മിസ് ആക്കരുത്. സംതിങ് വെരി ഇമ്പോർട്ടന്റ്. പറഞ്ഞിരിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് പഠിക്കാനും ശ്രമിക്കുക. എക്സാമിനേഷൻ ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ എന്തായാലും വരുന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. ഓക്കെ.